രഞ്ജിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ധന്യ ഏറ്റവും ഒടുവിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വാട്സപ്പിൽ അവർ മെസ്സേജ് അയച്ചിരുന്നു. അഹമ്മദാബാദിൽ എത്തിയപ്പോഴും അത്തരത്തിൽ അടുത്ത വിമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന മെസ്സേജും ധന്യയ്ക്ക് വന്നിരുന്നു. എപ്പോഴായിരുന്നു ഈ അപകടം അറിയുന്നത്? ഞാൻ ഉച്ചയ്ക്ക് 2:30 അറിയുന്നത്. ചെറുപ്പം മുതലേ സുഹൃത്തുക്കളല്ലേ? ചെറുപ്പം മുതലെന്ന് വെച്ചാൽ ഓർമ്മ വെച്ച കാലം തൊട്ട് സുഹൃത്തുക്കളാണ്. ഈ വിയോഗം താങ്ങാവുന്നതിനപ്പുറം പ്രാണൻ്റെ പകുതി. എനിക്ക് എല്ലാത്തിനും കൂട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇറങ്ങി വാടിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വരാനുള്ള ആളുണ്ടായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. അവളുടെ എന്ത് അത്യാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞാലും പല ഓഫീസ് കാര്യങ്ങൾക്കും ഞാനായിരുന്നു അവളുടെ പല കാര്യങ്ങൾക്കും ഓടിക്കൊണ്ടിരുന്നത്. പോകുമ്പോഴൊക്കെ മെസ്സേജ് ഒക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണ്. ഇവൾക്ക് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൾ സർപ്രൈസായിട്ട് വന്ന് നമ്മളെ ഞെട്ടിച്ച് കളയും. ഇവൾ വരുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് തൊട്ട് പിന്നെ മെസ്സേജ് അയക്കത്തില്ല. വന്ന് സർപ്രൈസായിട്ട് മുന്നേ വന്നു കഴിഞ്ഞാൽ ഞെട്ടിക്കുമ്പോഴാണ് എനിക്ക് ആ സർപ്രൈസ് നിൻ്റെ മുഖത്തെ സന്തോഷം കാണുമെന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പോഴും മെസ്സേജ് അയച്ചിരുന്നു പോകാൻ നേരം പോവുകയാണെന്ന് പറയട്ടല്ലേ? ഇറങ്ങാൻ നേരം, അതായത് വൈകുന്നേരം 4 മണിക്ക് ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കണക്റ്റിംഗ് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുവാണെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നു. അപ്പം ശരിയടിന്ന് ഞാൻ മെസ്സേജ് അയച്ചു. പിന്നെ എനിക്ക് റിപ്ലൈ വന്നിട്ടില്ല. പഠിച്ചിരുന്നതൊക്കെ ഒരുമിച്ചായിരുന്നു? അല്ല, ഞങ്ങൾ തമ്മിൽ 3-4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെങ്കിൽ കൂട്ടാണ്. പക്ഷെ ആ പ്രായത്തിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നല്ലേ? പ്രായത്തിൻ്റെ വ്യത്യാസം ഞങ്ങളെ ബാധിച്ചിരുന്നില്ല. ഞങ്ങളത് കല്യാണം കഴിച്ച് 2 ദിക്കിലേക്ക് പോയെന്ന് പറഞ്ഞാലും ഞങ്ങളത് ബാധിച്ചിരുന്നില്ല. ധന്യ ഇപ്പോൾ പറഞ്ഞതുപോലെ ധന്യയുടെ സങ്കടം പോലെ തന്നെയാണ് ആ നാട്ടിലെ ഓരോ ആളുകളുടെയും വിഷമം. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ വിയോഗം തന്നെയാണ് പുല്ലാട് സ്വദേശിനിയായ രഞ്ജിതയുടെ മരണത്തിലൂടെ ഉണ്ടായത്.